പിണറായി മന്ത്രിസഭ ആകെ താറുമാറായി കിടക്കുകയാണ്. ഒറ്റുന്നവരും കള്ളന് കഞ്ഞിവെക്കുന്നവരും ഒക്കെ ചേർന്നൊരു മന്ത്രിസഭ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പിണറായി മന്ത്രിസഭയിൽ BJP ഘടകകക്ഷിയുള്ള പ്രതിനിധികൾ ഉണ്ടെന്നതിന് കൂടുതൽ തെളിവുകൾ വന്നിരിക്കുകയാണ്. മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസും MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ പ്രഫുൽ പട്ടേലിന് കത്ത് വന്നതോടെയാണ് ഇത് പുറം ലോകം അറിഞ്ഞത്. ശരത് പവാറിനൊപ്പം തുടർന്നാൽ അയോഗ്യരാക്കുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ശരത് പവാറിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് തോമസ് കെ തോമസ് അറിയിച്ചത്. പക്ഷേ ഈ രണ്ടുപേരും NCP ചിഹ്നമായ ടൈം പീസിൽ മത്സരിച്ച് ജയിച്ചവരാണ്. ഇപ്പോൾ ഈ ചിഹ്നത്തിന്റെ അവകാശികൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ പ്രഖ്യാപനം. ഇതോടെ രണ്ടുപേരും നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ BJP മുന്നണിയിൽ ആണെന്ന് വ്യക്തമായി. ഇതേ സാഹചര്യം ജനതാദൾ യുണൈറ്റഡിന്റെ ഭാഗമായി ജയിച്ച മന്ത്രി K കൃഷ്ണൻകുട്ടിക്കുമുണ്ട്. JDU നിലവിൽ BJPക്കൊപ്പമാണ്. എന്നാൽ കൃഷ്ണൻകുട്ടിക്കെതിരെ JDU നടപടിയിലേക്ക് കടന്നിട്ടുമില്ല. JDUവിനെ തള്ളിപ്പറഞ്ഞ് കേരളത്തിൽ മന്ത്രിയായി തുടരുകയാണ് കൃഷ്ണൻകുട്ടി. എന്നാൽ അത് ഇനി NCPയുടെ അംഗങ്ങൾക്ക് കഴിയില്ല. ഇതാണ് പ്രഫുൽ പട്ടേലിന്റെ കത്ത് വ്യക്തമാക്കുന്നത്. NCP ദേശീയ അധ്യക്ഷനാണ് പ്രഫുൽ പട്ടേൽ. ശരത് പവാറിനൊപ്പം തുടർന്നാൽ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യമാക്കുമെന്നും MLA-മാർക്ക് അയച്ച കത്തിൽ പ്രഫുൽ പട്ടേൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ NCP MLA-മാർ പവാറിനൊപ്പമാണെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. കേരളത്തിലെ MLA-മാർ ശരത് പവാറിനൊപ്പം തുടരുന്നത് കൊണ്ട് തന്നെ മെയ് 31-നുള്ളിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രഫുൽ പട്ടേൽ രണ്ട് MLA-മാർക്കും നേരത്തെ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇരുവരും അതിന് വിശദീകരണം നൽകാത്ത സാഹചര്യത്തിലാണ് പുതിയ കത്ത് അയച്ചിരിക്കുന്നത്. ജൂലൈ 4-ന് അയച്ച കത്തിൽ ഇരുവരും കടുത്ത പാർട്ടി അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നും വിശദീകരണം നൽകാത്ത പക്ഷം ഇരുവരെയും 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായിട്ടും ഉടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്ത പക്ഷം അയോഗ്യരാക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട്. NCP ദേശീയ തലത്തിൽ വലിയ പിളർപ്പുണ്ടാക്കി അജിത് പവാറും ശരത് പവാറും രണ്ട് പക്ഷത്തേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ NCP അജിത് പവാറിനെ തള്ളി ശരത് പവാറിനൊപ്പം നിലകൊള്ളുകയായിരുന്നു. കേരളത്തിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അജിത് പവാറിനൊപ്പം പോയത്. ദേശീയ തലത്തിൽ BJPക്കൊപ്പം നിലകൊള്ളുന്ന NCP കേരളത്തിൽ LDF-നെ പിന്തുണയ്ക്കുന്നതിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP സ്ഥാനാർത്ഥികളായ AK ശശീന്ദ്രനും തോമസ് കെ തോമസും ക്ലോക്ക് അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചു. പിന്നീട് NCP പിളർന്നതിനെ തുടർന്ന് അജിത് പവാറാണ് ഔദ്യോഗിക NCP എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിൽ NDA-ക്കൊപ്പമാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ഉള്ളത്. എന്നാൽ ആ NCPയുടെ ഭാഗമായി ശശീന്ദ്രൻ തോമസ് കെ തോമസും LDF തുടർന്നു വരികയാണ്. എന്നാൽ സംസ്ഥാനത്തെ NCP MLA-മാർ പവാറിനൊപ്പം തുടരുമെന്ന് തോമസ് കെ തോമസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മറ്റ് പണിയില്ലാത്തതിനാലാണ് കത്തയച്ചിരിക്കുന്നത്. പവാറിനൊപ്പം തുടരുന്നവരിൽ പലരും ക്ലോക്ക് ചിഹ്നത്തിൽ ജയിച്ചവരാണെന്നും തോമസ് പറയുന്നുണ്ട്. NCP ശരത് പവാർ വിഭാഗത്തിലും പ്രതിസന്ധികൾ ഏറെയാണ്. ശരത് പവാർ വിഭാഗം NCPയുടെ പുതിയ മഹാരാഷ്ട്ര സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കുകയാണ് മുംബൈയിൽ. നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ സ്ഥാനം രാജിവെച്ചതായിട്ടും അദ്ദേഹത്തിന് പകരം ശശികാന്ത് ഷിൻഡെ സ്ഥാനം ഏറ്റെടുത്തുമെന്നും വാർത്തകൾ വന്നിട്ടുണ്ട്. തനിക്ക് പാർട്ടിയെ നയിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നാണ് ശശികാന്ത് ഷിൻഡെ പറഞ്ഞു വെച്ചത്. പാർട്ടി നേതാക്കൾ യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. 2018-ലാണ് അവിഭക്ത നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ജയന്ത് പാട്ടീൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അജിത് പവാറിന്റെയും മറ്റ് MLA-മാരുടെയും വിമത നീക്കത്തെ തുടർന്ന് 2023 ജൂലൈയിൽ പാർട്ടി പിളർന്നതിന് ശേഷം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയുടെ പ്രസിഡന്റായി പാട്ടീൽ പ്രവർത്തിച്ചു വരികയാണ്. രാജി സംബന്ധിച്ച പാർട്ടിയിൽ നിന്നോ ജയന്ത് പാട്ടീലിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് കേരളത്തിലെ MLA-മാരെ ലക്ഷ്യമിട്ട് പ്രഫുൽ പട്ടേലിന്റെ കത്ത് വരുന്നത്. ജൂൺ 10-ന് NCPയുടെ 26-ാം സ്ഥാപക ദിനവും ബന്ധപ്പെട്ട സമ്മേളനത്തിൽ ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ പാർട്ടിയിലെ സ്ഥാനം ഒഴിയുന്നതിനെ കുറിച്ചും സൂചന നൽകിയിരുന്നു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകേണ്ടത് പാർട്ടിക്ക് പ്രധാനമാണെന്നും പാട്ടീൽ പറഞ്ഞിരുന്നു. ശരത് പവാറിന്റെ വിശ്വസ്തനായ പാട്ടീൽ 1999-ൽ NCP രൂപവത്കരിച്ച മുതൽ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ശരത് പവാറിനൊപ്പമുള്ള കൂടുതൽ പേരെ അടർത്തിയെടുക്കാൻ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ശ്രമിക്കുന്നുമുണ്ട്.